Good morning, students. Today I am going to explain Class 8 Biology Chapter 1 Crop Production and Management. Okay, the remaining part of Chapter 1 Crop Production and Management, Agricultural Implements. Okay, first one, plow. Plow എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ്, അതിൽ അഗ്രികൾച്ചറൽ ടൂൾസ്. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ ടൂൾസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ agricultural practices? Various tools such as plow, hoe and cultivator. Okay, so today we are going to explain hoe and cultivator. Okay, hoe, it is a simple tool which is used for removing weeds and for loosening the soil. അതായത് ഹോ എന്ന് പറഞ്ഞാൽ അത് ഒരു സിമ്പിൾ ടൂളാണ്. യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റിമൂവിങ് വീഡ്സ്. വീഡ്സ് എന്ന് പറഞ്ഞാൽ വാട്ട് ആർ വീഡ്സ്? വീഡ്സ് ആർ അൺവാണ്ടഡ് പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ എലോങ് വിത്ത് ക്രോപ്സ്. ക്രോപ്സിൻ്റെ കൂട്ടത്തിൽ വളരുന്ന അൺവാണ്ടഡ് പ്ലാന്റ്സ് അല്ലെങ്കിൽ കളകളെയാണ് നമ്മൾ വീഡ്സ് എന്ന് പറയുന്നത്. ഈ വീഡ്സിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഹോ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ കൊണ്ട് തന്നെ ഫോർ ലൂസണിങ് ദ സോയിൽ, സോയിൽ ലൂസൺ ചെയ്യാനും നമ്മൾ ഈ ഹോ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കൾട്ടിവേറ്റർ. This is the picture of hoe and next is cultivator. Nowadays plowing is done by tractor driven cultivator. അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്ലോയിങ്ങിന് യൂസ് ചെയ്യുന്നത് ട്രാക്ടേഴ്സാണ്. ഓക്കെ, ദ യൂസ് ഓഫ് കൾട്ടിവേറ്റർ സേവ്സ് ലേബർ ആൻഡ് ടൈം. അതായത് ട്രാക്ടർ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് സേവ് ചെയ്യാൻ പറ്റും? ലേബറും ടൈമും നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് സോവിങ്. സോവിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ. ബിഫോർ സോവിങ്, ഗുഡ് ക്വാളിറ്റി, ക്ലീൻ ആൻഡ് ഹെൽത്തി സീഡ്സ് ഓഫ് ഗുഡ് വെറൈറ്റി ആർ സെലക്റ്റഡ്. ഓക്കെ, ഫാമേഴ്സ് പ്രിഫർ ടു യൂസ് സീഡ്സ് വിച്ച് ഗീവ് ഹൈ ഈൽഡ്. അതായത് നമുക്കറിയാം ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് സോവിങ്. സോവിങ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് വിതയ്ക്കുക. അതിനു മുമ്പേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ബിഫോർ സോവിങ്, ഗുഡ് ക്വാളിറ്റി, ക്ലീൻ ആൻഡ് ഹെൽത്തി സീഡ്സ് ഓഫ് ഗുഡ് വെറൈറ്റി ആർ സെലക്റ്റഡ്. അതായത് നല്ല ഗുഡ് ക്വാളിറ്റി സീഡ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്, എങ്കിലേ നമുക്ക് ബെറ്റർ ഈൽഡ് കിട്ടത്തുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഈ ഗുഡ് ക്വാളിറ്റി സീഡ്സിനെ നമ്മളെങ്ങനെ സെലക്ട് ചെയ്യും? അതായത് ടേക്ക് എ ബീക്കർ ആൻഡ് ഫിൽ ഹാഫ് ഓഫ് ഇറ്റ് വിത്ത് വാട്ടർ. പുട്ട് എ ഹാൻഡ്ഫുൾ ഓഫ് വീറ്റ് സീഡ്സ് ആൻഡ് സ്റ്റെയർ വെൽ. വെയിറ്റ് ഫോർ സം ടൈം. അതായത് നമ്മൾ ഒരു ബീക്കർ എടുക്കുക, അതിലേക്ക് കുറച്ച് വീറ്റ് സീഡ് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും സീഡ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേന് നമുക്ക് കാണാൻ പറ്റും ദ ഡാമേജ്ഡ് സീഡ്സ് ബിക്കം ഹോളോ ആൻഡ് ആർ തസ് ലൈറ്റർ, ദെയർഫോർ ദേ ഫ്ലോട്ട് ഓൺ വാട്ടർ. ഈ ഡാമേജ്ഡ് സീഡ്സ് എങ്ങനെയാണ്? ഹോളോയാണ്, പൊള്ളയാണ്. അതുകൊണ്ട് ഈ വാട്ടറിൽ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും, വാട്ടറിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ ഗുഡ് മെത്തേഡ് for separating good healthy seeds. Okay, next is traditional tool. The tool used traditionally for sowing seeds is funnel, shaped like a funnel. ഓക്കെ, അതായത് ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ് സോവിങ്ങിൽ യൂസ് ചെയ്യുന്നത്. Can you see the figure 1.2? The seeds are filled into the funnel, passed down through two or three pipes having
sharp ends. These ends pierce in the soil and place seeds there. അതായത് ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഫണൽ കാണാൻ പറ്റും. ഈ ഫണലിൽ കൂടെ സീഡ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ താഴെ 2-3 പൈപ്സ് ഉണ്ട്. ഈ പൈപ്സിൽ കൂടെ ഈ സീഡ് താഴെ വരും. അങ്ങനെ സോവിങ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് എ ട്രഡീഷണൽ മെത്തേഡ്. ഇപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം സോവിങ്ങിനെ കുറിച്ചാണ്. സോവിങ്ങിൻ്റെ ട്രഡീഷണൽ മെത്തേഡാണ്. നെക്സ്റ്റ് വൺ ഈസ് സീഡ് ഡ്രില്ല്. Can you see the picture? This is the picture of seed drill. Nowadays, the seed drill is used for sowing with the help of tractors. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ സീഡ് ഡ്രില്ല്. ട്രാക്ടറിൻ്റെ സഹായത്തോടെ ആണ് ഈ സീഡ് ഡ്രിൽസ് യൂസ് ചെയ്യുന്നത്. ദിസ് സോസ് ദ സീഡ്സ് യൂണിഫോംലി ആൻഡ് ഈക്വൽ ഡിസ്റ്റൻസ് വിത്ത് ഡെപ്ത്ത്. അതായത് സീഡ് ഡ്രില്ല് ഉപയോഗിക്കുന്നതിലൂടെ സീഡ്സ് എല്ലാം യൂണിഫോമായിട്ട് അതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിലും ഈക്വൽ ഡെപ്തിലും നമുക്ക് സോ ചെയ്യാൻ പറ്റും. ഇറ്റ് എൻഷുർ ദാറ്റ് സീഡ്സ് ഗെറ്റ്സ് കവേർഡ് ബൈ സോയിൽ ആഫ്റ്റർ സോവിങ്. അതായത് ഈ മെത്തേഡിലൂടെ സോവിങ്ങിന് ശേഷം നമുക്ക് ഈ സീഡ്സിനെ സോയിലിട്ട് മൂടാനും പറ്റും. ഓക്കെ, next is appropriate distance between the seeds is necessary to avoid overcrowding of plants. This allows plants to get sufficient sunlight, nutrients and water from the soil. At times, a few plants may have to be removed to prevent overcrowding. അതായത് പ്ലാന്റ്സിന് നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ സീഡ് നമ്മൾ സോവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ യൂണിഫോം ആയിട്ട് ഈക്വൽ ഡിസ്റ്റൻസിലും വേണം ചെയ്യാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പ്ലാന്റ്സ് വളരുമ്പോൾ ഇതെല്ലാം ഓവർ ക്രൗഡഡ് ആയിട്ട് പോകും. അങ്ങനെ ഈ പ്ലാന്റ്സിന് സഫിഷ്യൻറ്റ് സൺലൈറ്റും ന്യൂട്രിയൻസും വാട്ടറും ഒന്നും കിട്ടാതെ വരും. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ. ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് തേർഡ് സ്റ്റെപ്പാണ്. The substance which are added to the soil in the form of nutrients for healthy growth of plants are called manure and fertilizer. Okay, what do you mean by manure and fertilizer? എന്താണ് manure അല്ലെങ്കിൽ fertilizers എന്ന് പറഞ്ഞാൽ എന്താണ്? The substance which are added to the soil in the form of nutrients for the healthy growth of plants are called manure. അതായത് ഈ ക്രോപ്സിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിനെയാണ്. ന്യൂട്രിയൻസ് എല്ലാം നമ്മൾ സമയാസമയത്ത് ക്രോപ്സിന് കൊടുക്കുക. ഓക്കെ, വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കത്തില്ലേ, അതിനാണ് മാനുവറും ഫെർട്ടിലൈസറും ഒക്കെ. ഓക്കെ, കണ്ടിന്യൂസ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് മേക്സ് ദ സോയിൽ പുവർ ഇൻ ന്യൂട്രിയൻസ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് കൾട്ടിവേഷൻ നടത്തിയാൽ അവിടുത്തെ സോയിൽ എങ്ങനെയായിരിക്കും? ന്യൂട്രിയൻസ് വളരെ കുറയും ആ സോയിലിൽ. Therefore, farmers have to add manure to the field to replenish the soil with nutrients. This process is called manuring. അതായത് ഈ ന്യൂട്രിയൻസ് കണ്ടിന്യൂസ് കൾട്ടിവേഷനിലൂടെ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയുന്നത് നികത്താൻ വേണ്ടിയിട്ട് ഫാർമേഴ്സ് ആ ഫീൽഡിൽ മാനുവർ ആഡ് ചെയ്യും. മാനുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളങ്ങൾ. സോ ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മാനുവറിങ്. ഓക്കെ, മാനുവർ ഈസ് ആൻ ഓർഗാനിക് സബ്സ്റ്റൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ വേസ്റ്റ്. മാനുവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്. എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഡീകമ്പോസിഷൻ ഓഫ് പ്ലാന്റ് ഓർ ആനിമൽ വേസ്റ്റ്. പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ വേസ്റ്റ് ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ടാണ് ഈ മാനുവർ ഉണ്ടാകുന്നത്. ഓക്കെ, ഡീകമ്പോസിഷൻ ഈസ് കോസ്ഡ് ബൈ സം മൈക്രോ ഓർഗാനിസംസ്. ദ ഡീകമ്പോസ്ഡ് മാറ്റർ ഈസ് യൂസ്ഡ് ആസ് ഓർഗാനിക് മാനുവർ. അതായത് ഈ ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാറ്റർ എന്ന് പറയുന്നത് ഓർഗാനിക് മാനുവറാണ്. ഓർഗാനിക് മാനുവർ എന്ന് പറഞ്ഞാൽ
എന്താ? ഈ ഓർഗാനിക് മാനുവർ എന്ന് പറഞ്ഞാൽ ജൈവവളം. ഓക്കെ. സോ ദിസ് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്, ആഡിങ് മാനുവർ ആൻഡ് ഫെർട്ടിലൈസേഷൻ. adding manure and fertilizers. So you study well. We will meet in the next class. Thank you.